ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ മ്യൂസിക്കിനെ പറ്റി ഒരു നോളജും ഇല്ലാത്തവർക്ക്, അതായത് കോഡ്സ് എന്താണ്, അല്ലെങ്കിൽ റൂട്ട്സ് എന്താണ്, അല്ലെങ്കിൽ പാറ്റേൺ ക്രിയേഷൻ എങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള ബേസിക്സ് ഒന്നും അറിയത്തില്ലാത്ത ഫ്രണ്ട്സിന് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു മെലഡി അല്ലെങ്കിൽ കോഡ്സ് ക്രിയേഷൻ നടത്തുക എന്നതിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂസിക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 100-ന് മുകളിൽ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. FL സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് പാറ്റേൺസ് ക്രിയേഷൻ നടത്തുക എന്നൊക്കെയുള്ളത് നേരത്തെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കുക. പ്ലേലിസ്റ്റിൽ FL ബേസിക്സ്, അതുപോലെ തന്നെ FL സ്റ്റുഡിയോ ട്യൂട്ടോറിയൽസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതിയാവും. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ചാനൽ റൈറ്റിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് FL കീസ് എന്നുള്ള FL സ്റ്റുഡിയോയിൽ തന്നെയുള്ള സ്റ്റോക്ക് VST നമ്മൾ എടുത്തിരിക്കുകയാണ്. പിയാനോയ്ക്ക് വേണ്ടിയുള്ള ഒരു VST ആണിത്. നമ്മളത് എടുത്തിരിക്കുന്നു. അതിനുശേഷം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം മ്യൂസിക് കമ്പോസിങ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്, പിയാനോ റോളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു മെലഡി അല്ലെങ്കിൽ കോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. മ്യൂസിക്കിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോളജ് അറിയത്തില്ലാത്തവർക്ക് നമ്മൾ ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഹെൽപ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് സ്കെയിൽ ഹൈലൈറ്റിംഗ് എടുക്കുക. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു നോട്ട് ചൂസ് ചെയ്യാം. ഇപ്പം ഡി ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒന്നുകൂടെ വരിക. ഇവിടെ ഡി മൈനറാണ് കിടക്കുന്നത്. മൈനറിലും മേജറിലും നമുക്ക് പാട്ടുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൈനർ കോഡാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഡിയുടെ ഒരു കോഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു കോഡ് ക്രിയേഷൻ നടത്താൻ പോവുകയാണ്. കോഡ് ക്രിയേഷനൊക്കെ എങ്ങനെ എളുപ്പത്തിൽ നടത്താമെന്നതിനെ പറ്റി വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടൊരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. മാച്ചിങ് ആയിട്ടുള്ളൊരു കോഡ് ആയിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ ബേസ് നോട്ടുകളൂടെ ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം, സെറ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഇനി ഒക്ടേവ്സ് ഒന്ന് അപ്പ് ചെയ്ത് നോക്കാം. അതിനായിട്ട് കൺട്രോൾ ആരോ കൊടുത്തിരിക്കുകയാണ്, ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഓൾട്ട് Q കൊടുത്ത് ഒന്ന് ക്വാണ്ടൈസിങ് നടത്തുകയാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിമൈനിങ് ആയിട്ടുള്ള നോട്ട്സ് ഏതെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഇതിലേക്ക് വരാൻ വേണ്ടിയാണ്, ഗ്രിഡിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ അത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇത് പ്ലേ ലിസ്റ്റിലേക്ക് ഒന്ന് ഇടുകയാണ്. അതിനുശേഷം നമ്മളൊരു മെലഡിക്ക് വേണ്ടി വേറൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. മെലഡിയിൽ നിന്ന് ഒന്ന് പേര് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഇതേ VST തന്നെ നമുക്കൊന്ന് എടുക്കാം. അതിനായിട്ട് ക്ലോൺ ചെയ്താൽ മതിയാവും, അതേ വോയിസ് നമുക്കത് കിട്ടും. ഇനി അടുത്തത് മെലഡി ക്രിയേഷനാണ്. അതിനായിട്ട് ഇതൊന്ന് ഡ്രാഗ് ചെയ്തിടാം. നമ്മൾ ആ സെയിം നോട്ട്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ സെയിം നോട്ട് തന്നെ നമ്മളൊന്ന് കോപ്പി എടുക്കുകയാണ്. അതിവിടെ വന്നിട്ടുണ്ട്. നമ്മളിനി മെലഡി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൾട്ട് A എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. പ്ലേ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് വരും. ആപ്രിജേറ്ററാണിത്, അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആരോ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പല നോട്ട്സിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഇത് പോർട്ടമെൻറ്റോ കൂടെ ചേർത്തുള്ള നോട്ടാണ് അത് വന്നിരിക്കുന്നത്. പോർട്ടമെൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡിങ് എഫക്റ്റ് വോയിസിന് വരും, അതാണ്. വേറൊന്ന് ചൂസ് ചെയ്യാം.
ഇവിടെ ഇതിൻ്റെ ടൈം മൾട്ടിപ്ലിക്കേറ്റർ എന്നുള്ള ഇതുണ്ട്, ഓപ്ഷനുണ്ട്. അതിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം, ഏത് ടൈം നമുക്കിതനുസരിച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രാൻസ് 2 എന്നുള്ള ഒരു ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈം കുറച്ച് വേരിയേഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അക്സെപ്റ്റ് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതുമായിട്ടൊന്ന് കേട്ട് നോക്കാം, കോഡ്സും മെലഡിയും കൂടെ ചേർത്തൊന്ന് കേട്ട് നോക്കാം. ഇനി ഇതിൻ്റെ ടെമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇന്ന് കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനിയും കുറച്ച് മിക്സിങ്ങിന് വേണ്ടി കുറച്ച് എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് മിക്സറിലേക്ക് കൊടുക്കുകയാണ്. കൺട്രോൾ L കൊടുക്കുന്നു. L ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പോൾ മിക്സറിൻ്റെ 2 ചാനലിലേക്ക് അത് വന്നിട്ടുണ്ട്. ഒന്നാമത്തേൽ കോഡാണ്. നമ്മളിവിടെ ചെറിയൊരു മിക്സിങ് നടത്തും. ഇതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു റീവർബ് കൊടുക്കാം, കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി. ചെറിയൊരു ഡിലേയും കൂടെ കൊടുക്കാം. സ്റ്റീരിയോ എഫക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് കൊടുത്ത് നോക്കാം. ഇപ്പം നല്ലൊരു മെലഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡ്രംസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇനി ഇതിൻ്റെ ഒരു ബേസ് നോട്ടോടെ ഒന്ന് കൊടുക്കുകയാണ്. അതിനായിട്ട് ബേസ് എന്നുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. FL സ്റ്റുഡിയോയിൽ തന്നെയുള്ള സ്റ്റോക്ക് പ്ലഗിൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ബാസ് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ ബേസ് സെക്ഷൻ കുറച്ചൊന്ന് കൂട്ടാം, ട്രിപ്പിൾ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഇത് നമുക്ക് 3ലേക്ക് കൊടുക്കാം. അതിനുശേഷം മെലഡിയുടെ ഒന്ന് നോട്ട്സ് ഒന്ന് കോപ്പി ചെയ്ത് ബേസിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്യാണ്. ഒന്ന് കേട്ട് നോക്കാം. അതിൻ്റെ ഫ്രീക്വൻസിയിൽ കുറച്ചൊന്ന് വേരിയേഷൻ നടത്തുകയാണ്. FL സ്റ്റുഡിയോയിലുള്ള ചില സ്റ്റോക്ക് പ്ലഗിൻസിനൊക്കെ വോളിയം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ VSTയിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ വോളിയം ഒന്ന് കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനായിട്ട് ചെറുതായിട്ടൊന്ന് കൂട്ടുകയാണ് വോളിയം. നമ്മൾ ഇനി ഇതുകൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്യുകയാണ്. സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്കൊന്ന് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഞാൻ ഇവിടെ ലൂപ്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത ലൂപ്സ് അത്
വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഇതിനകത്ത് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം മെലഡിയുടെ ഒരു ബേസാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലായിട്ടുള്ള ഒരു കോഡ് ബേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് FL സ്റ്റുഡിയോയിൽ തന്നെയുള്ള ഏതെങ്കിലും ഒരു VST നമുക്ക് എടുക്കാം, സിട്രസ് എടുക്കാം. അതിനകത്ത് ബേസ് സെക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ബേസ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇനിയും കോഡ്സിൻ്റെ നോട്ട് നമുക്കൊന്ന് കോപ്പി എടുത്ത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഓ, നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള നോട്ട്സ് ആവശ്യമുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അത് മിക്സറിൻ്റെ 4th ചാനലിലേക്കൊന്ന് ഇടാം. അതിൻ്റെ ഫ്രീക്വൻസിയിൽ കുറച്ച് വേരിയേഷൻസ് നമുക്ക് നടത്തേണ്ടതുണ്ട്. നമ്മളിത് മോണോയായിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ബൂബാസിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളതൊന്ന് ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്തിടുകയാണ്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എല്ലാം കൂടെ. ഇനി അടുത്തത് ഞാനിവിടെ കുറച്ച് എഫക്ട്സ് കൊണ്ടൊന്ന് ആഡ് ചെയ്യാം ഡ്രംസിൻ്റെ സെക്ഷനിൽ. ഫിഫ്ത്ത് ചാനലിലേക്ക് ഒന്ന് ഇടുകയാണ് മിക്സറിൻ്റെ. ഫ്രീക്വൻസിയിൽ കുറച്ച് വേരിയേഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി എഫക്ട്സുകളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഡ്രംസിൻ്റെ എഫക്ട്സ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ നമുക്ക് ഇഷ്ടമുള്ള എഫക്ട്സുകളൊക്കെ ഇടയ്ക്കിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് പഠിക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും താങ്ക് യു.